നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. മത്സരപരീക്ഷകളിൽ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കറന്റ് അഫയേഴ്സിൽ കിട്ടുന്ന ഓരോ മാർക്കാണ്, അല്ലേ? ആ മാർക്കുകൾ ഉറപ്പിക്കാൻ നമ്മൾ ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ചാൽ മതി. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് വളരെ ചിട്ടയായൊരു രീതിയിലാണ്. ആദ്യം നമ്മുടെ കേരളത്തിലെ വാർത്തകൾ, പിന്നെ ദേശീയതലം, അതിനുശേഷം അന്താരാഷ്ട്രീയം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റാപ്പിഡ് ഫയർ റിവിഷനും ഒരു ഫൈനൽ ക്വിസും ഉണ്ടാകും. ഇതോടെ ഇന്നത്തെ പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ തലയിൽ എക്ദം സെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. പ്രത്യേകിച്ച് കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈയൊരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അടുത്തിടെ ഒരു വാർത്തയുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള കുറച്ച് ടൂറിസ്റ്റുകൾക്ക് സേല തടാകത്തിൽ വെച്ച് ഒരു അപകടം പറ്റി. ഇത് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. പക്ഷെ ഒരു പരീക്ഷാർത്ഥി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഇതിൽ നിന്നും എന്ത് ചോദ്യം വരാം? അതാണ്, സേല തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓർത്തുവെച്ചോളൂ, അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ്. ഇന്ത്യ-ചൈന അതിർത്തിയോട് വളരെ ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ് തവാങ്. അതുകൊണ്ടുതന്നെ ഈ സ്ഥലത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മറക്കരുത്, സേല തടാകം, അരുണാചൽ പ്രദേശ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്. ശ്രദ്ധിക്കുക, കേരളം ആസ്ഥാനമായുള്ള ബാങ്കുകളിലെയും സ്ഥാപനങ്ങളിലെയും നിയമനങ്ങൾ PSCയുടെ ഒരു ഇഷ്ടചോദ്യമാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പുതിയ MDയും COOയുമായി വരുന്നത് സുർജിത് മണ്ഡലാണ്. ഇത് ഓർത്തിരിക്കാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ എസ്സും സുർജിത്തിലെ എസ്സും, എസ് ഫോർ സൗത്ത്, എസ് ഫോർ സുർജിത്ത്. സിമ്പിളല്ലേ? ഇനി മറക്കില്ലല്ലോ. പറന്നുയരാം കരുത്തോടെ. ഈയൊരു ക്യാമ്പയിനെ പറ്റി നമ്മൾ ആകെ മൂന്ന് പോയിന്റ്സ് പഠിച്ചാൽ മതി. 1, ഇതിന്റെ ലക്ഷ്യം എന്താണ്? സ്ത്രീകളുടെ ആത്മവിശ്വാസം കൂട്ടുക. 2, ആരാണിത് സംഘടിപ്പിക്കുന്നത്? സംസ്ഥാന വനിതാ കമ്മീഷൻ. പിന്നെ 3ാമത്തെ പോയിന്റ്, ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മഞ്ജു വാര്യരാണ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ഒരൊറ്റ പോയിന്റായിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ. ശരി, അപ്പോൾ കേരളത്തിലെ പ്രധാന കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം. ദേശീയ തലത്തിലേക്ക് പോകാം. ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ, അതായത് BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനായിട്ട് നിതിൻ നെബിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ രാഷ്ട്രീയത്തിലെ ഇത്തരം പ്രധാനപ്പെട്ട പദവികൾ ആരാണ് വഹിക്കുന്നത് എന്നുള്ളത് പരീക്ഷകൾക്ക് സ്ഥിരമായി വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഈ പേര് നോട്ട് ചെയ്തു വെച്ചോളൂ, നിതിൻ നെബിൻ. അടുത്തത് നമ്മുടെ ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. INS സുദർശിനി എന്ന നമ്മുടെ ഒരു കപ്പലുണ്ടല്ലോ, അതൊരു ലോക പര്യടനത്തിന് പോവുകയാണ്. 10 മാസം നീണ്ടു നിൽക്കുന്നൊരു യാത്ര. ഈ ദൗത്യത്തിന് ഒരു പേരുണ്ട്. അതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനം, ലോകായൻ 26. ഇതിലെ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യാത്ര തുടങ്ങിയത് നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ ഓർക്കുക, കപ്പൽ INS സുദർശിനി, ദൗത്യം ലോകായൻ 26. ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു സന്തോഷവാർത്ത. വിജയ് ഹസാരെ ട്രോഫി 2026ന്റെ ഫലം വന്നിട്ടുണ്ട്. ജയിച്ചത് വിദർഭയാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് വിദർഭയുടെ ആദ്യത്തെ കിരീടമാണ്. ഫൈനലിൽ അവർ തോൽപ്പിച്ചത് സൗരാഷ്ട്രയെയാണ്. ഈ വിദർഭ എന്ന പേര് ഓർക്കാനൊരു ചെറിയ ട്രിക്കുണ്ട്. വിദർഭ എന്ന് കേൾക്കുമ്പോൾ വിദ്യ എന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഈ തവണ വിദ്യയാണ് കപ്പ് നേടിയതെന്ന് അങ്ങ് ഓർത്താൽ മതി. സംഗീത ലോകത്തെ ഇതിഹാസം ഇളയരാജയ്ക്ക് ഒരു പുരസ്കാരം കൂടി. അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് നൽകുന്ന പത്മപാണി പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ 3 കാര്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അജന്ത ഗുഹകളിലെ ഏറ്റവും പ്രശസ്തമായ ചുമർ ചിത്രങ്ങളിലൊന്നാണ് പത്മപാണി. അപ്പോൾ അജന്ത എല്ലോറ ഫെസ്റ്റിവലിൽ നൽകുന്ന പുരസ്കാരത്തിന്റെ പേര് പത്മപാണി എന്നോർത്താൽ മതി. എളുപ്പമല്ലേ? ഇതാ വരുന്നു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏഷ്യയിലെ നിർമ്മാണ മേഖലയുടെ ഒരു കണക്കെടുപ്പാണ് ഏഷ്യ മാനുഫാക്ചറിംഗ് ഇൻഡെക്സ്. അതിൽ 2026-ൽ ഇന്ത്യയുടെ സ്ഥാനം 6ആണ്. ഈ 6 എന്ന നമ്പർ നിങ്ങളുടെ ഓർമ്മയിലങ്ങ് ഉറപ്പിച്ചു വെച്ചോളൂ. ഇത്തരം ഇൻഡെക്സുകളിൽ ഇന്ത്യയുടെ സ്ഥാനം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്നും നമ്മുടെ ശ്രദ്ധ ലോകത്തേക്ക് മാറ്റാം. അന്താരാഷ്ട്ര തലത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഇതൊരു അവിശ്വസനീയമായ വാർത്തയാണ്. യൊവേരി മുസേവനി എന്ന വ്യക്തി ഉഗാണ്ടയുടെ പ്രസിഡന്റായിട്ട് ഇത് 7ാമത്തെ തവണയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്, അതും തുടർച്ചയായിട്ട്. അപ്പോൾ ഈ വാർത്തയിൽ നമ്മൾ ഓർക്കേണ്ട ഒരേയൊരു കാര്യം ആ 7 എന്ന സംഖ്യയാണ്, 7ാം തവണ. ഭൂമിശാസ്ത്രവും കറന്റ് അഫയേഴ്സും കൂടിച്ചേർന്ന് വരുന്ന ഒരു ക്ലാസിക് ചോദ്യമാണിത്. ചോദ്യം ഇങ്ങനെ വരാം: നൈൽ നദിയിലെ ജലനിരപ്പ് കുറയുന്നത് പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം ഈജിപ്തും സുഡാനും. നൈൽ നദിയെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ട 2 രാജ്യങ്ങളാണിവ.
എന്താണ് ഈ മെർക്കോസോർ? പേര് കേട്ട് പേടിക്കണ്ട. വളരെ സിമ്പിളായി പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഒരു ബിസിനസ് ടീമാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു വ്യാപാര കൂട്ടായ്മ. ഈ വാർത്തയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയോ? യൂറോപ്യൻ യൂണിയനുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇവർ ചർച്ച തുടങ്ങിയത് 25 വർഷം മുൻപാണ്. ആ 25 വർഷത്തെ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ കരാറായത്. അതുതന്നെ ഇതിനൊരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ പഠിച്ചാൽ മാത്രം മതിയോ? ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോയെന്ന് കൂടി നോക്കണ്ടേ? അപ്പോൾ നമുക്കൊരു മിന്നൽ റിവിഷൻ നടത്തിയാലോ? ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം മനസ്സിൽ പറയണം. റെഡിയല്ലേ? ഓക്കെ, ആദ്യത്തെ ചോദ്യം. നമ്മുടെ INS സുദർശിനി ഒരു ലോക പര്യടനത്തിന് പോയില്ലേ? ആ ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു? ഒന്നോർത്ത് നോക്കിക്കേ. ലോകായൻ 26. കിട്ടിയോ? വെരി ഗുഡ്. അടുത്ത ചോദ്യം. 2026 പത്മപാണി പുരസ്കാരം ആർക്കായിരുന്നു കിട്ടിയത്? നമ്മൾ അജന്തയിലെ ചിത്രമൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചില്ലേ? അതേ, ഇളയരാജ. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷന്റെ പേരെന്തായിരുന്നു? പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഉത്തരം നിതിൻ നബീൻ. 7ാം തവണ റെക്കോർഡ് വിജയവുമായി ഉഗാണ്ടയുടെ പ്രസിഡന്റായത് ആരാണ്? യുവേരി മുസവേനി. ആ പേര് മറക്കരുത്. നമ്മുടെ അവസാനത്തെ റാപ്പിഡ് ഫയർ ചോദ്യം. നമ്മുടെ കോഡ് വെച്ച് പഠിച്ചത് ഓർമ്മയില്ലേ? വിജയ് ഹസാരെ ട്രോഫി 2026 ആരാണ് നേടിയത്? വിദ്യ ജയിച്ചു, അതായത് വിദർഭ. എല്ലാം ശരിയാക്കിയവർക്ക് എന്റെ വക ഒരു കയ്യടി. റിവിഷൻ കഴിഞ്ഞു. ഇനി ഒരു ഫൈനൽ ചെക്ക്. ഒരു ചെറിയ പരീക്ഷ പോലെ. പേനയും പേപ്പറും എടുത്ത് റെഡിയായിക്കോളൂ. ഇത് നിങ്ങൾ സ്വയം വിലയിരുത്താനുള്ളൊരവസരമാണ്. എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചുവെന്ന് നമുക്ക് നോക്കാം. ഇതാ നിങ്ങളുടെ 5 ചോദ്യങ്ങൾ. ഞാൻ ഓരോന്നായി വായിക്കാം. നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. ഒന്നാമത്തെ ചോദ്യം. പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിനിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? 2. സേലത്തടാകം ഏത് സംസ്ഥാനത്താണ്? 3. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പുതിയ MDയുടെയും CEOയുടെയും പേരെന്താണ്? 4. യൂറോപ്യൻ യൂണിയൻ അടുത്തിടെ വ്യാപാര കരാറിൽ ഏർപ്പെട്ട ആ ലാറ്റിൻ അമേരിക്കൻ കൂട്ടായ്മയുടെ പേര്? 5. ഏഷ്യ മാനുഫാക്ചറിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? വേണമെങ്കിലൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ചുത്തരം എഴുതിക്കോളൂ. ശരി, ഇനി നമുക്ക് ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മഞ്ജു വാര്യർ. 2. അരുണാചൽ പ്രദേശ്. 3. സുർജിത് മണ്ഡൽ. 4. മെർക്കോസൂർ. 5ാമത്തെ ഉത്തരം 6ാം സ്ഥാനം. 5ൽ 5ഉം ശരിയാക്കിയവർക്ക് എന്റെ വക വലിയൊരു അഭിനന്ദനം. മാർക്ക് കുറഞ്ഞുപോയവർ വിഷമിക്കുകയേ വേണ്ട. ഒരു തവണ കൂടി ഈ ഭാഗം കേട്ടാൽ മതി, എല്ലാം ശരിയാകും. ഇതുപോലെ എല്ലാ ദിവസവും ശ്രദ്ധയോടെ പഠിച്ചു മുന്നോട്ടു പോയാൽ വിജയമുറപ്പാണ്. അടുത്തൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.